പ്രൊജക്ഷൻ ഈ പെർഫ്യൂമിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂം ഇത്രയും ആളുകൾ ഹൈപ്പ് കൊടുക്കാനുള്ള കാരണം? ഇതിന്റെ പ്രൊജക്ഷൻ, ഭീകര പ്രൊജക്ഷനാണ് ഇതിനുള്ളത് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല പ്രൊജക്ഷൻ. അത് നമ്മൾ ചിലർ പറയത്തില്ലേ പെർഫ്യൂം അടിച്ചിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതടിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് അറിയാൻ പറ്റും. പിന്നെ ഗൾഫുകാരന്റെ ഒക്കെ ഒരു മണമുണ്ട് ഈ ഒരു പെർഫ്യൂമിന്. ഗൾഫ് മണമല്ല, ഗൾഫ് അല്ലെങ്കിൽ അറബിക് മണമല്ല, പക്ഷെ ഒരു ഗൾഫുകാരൻ വരുമ്പോ ഒരു പഴയ സിനിമയിലെ കണ്ടിട്ടില്ലേ, ഗൾഫുകാരൻ വരുമ്പോ ഒരു വളവളപ്പും ഒരു പുത്തൻ മണമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഈ പെർഫ്യൂം. ചെയ്യാനുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള പെർഫ്യൂമാണ് ഗിസ ഇമ്പീരിയൽ വാലി. നിങ്ങൾ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ടാവും, മലയാളത്തിലും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് ഒരു പെർഫ്യൂം കിട്ടിയത്. ഈ ദിവസങ്ങളിൽ ഞാനൊന്ന് ട്രൈ ചെയ്തു. നല്ല ചൂടുണ്ട് പകൽ സമയത്ത്. ഈ ചൂടത്ത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കുണ്ട അനുഭവമാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഗിസ ഇതൊരു കുവൈറ്റ് ബ്രാൻഡാണ്. EDP കോൺസെൻട്രേഷൻ 200 ml. അവരുടെ കുറെ പെർഫ്യൂംസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുകയും കുറെ പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് ഇമ്പീരിയൽ വാലി. അവരുടെ സിഗ്നേച്ചർ കളക്ഷനാണിത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 200 ml കോൺസെൻട്രേഷൻ പറയുന്നത് 200 ml സൈസാണ്. പാക്കേജിങ് അറിയാലോ, അറബിക് പെർഫ്യൂംസിന്റെ ഒക്കെ പാക്കേജിങ് നല്ല രീതിയിലൊരു പ്രസന്റേഷൻ മികച്ചതാക്കാറുണ്ട്. ഒരു നീഷ് ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. കട്ടിയുള്ള മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത്. പിറകില് ബാച്ച് കോഡും കാര്യങ്ങളും. ഈ പെർഫ്യൂം 2021 ലോഞ്ച് ചെയ്തത്. ഏകദേശം 5 കൊല്ലമായി. ഇപ്പോഴും ഒരുപാട് ആളുകളുടെ സിഗ്നേച്ചർ പെർഫ്യൂം ആണെന്നുള്ളതാണ് ഒരു കാര്യം. ഇവിടെ QR കോഡ് ഒരു ബോട്ടിൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്, ഒരു യൂണീക്ക് ആയിട്ട്. പിറകിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും. തൊട്ട് താഴെയായിട്ട് ഇമ്പീരിയൽ വാലി എന്നുള്ള ഒരു ലോഗോ, അത് മെറ്റലാണെന്ന് തോന്നുന്നു, മുകളിലൊന്നുമില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലെറ്റർ പോലെ ഉണ്ട്. അറബിക്കിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അറിയാവുന്നവർ പറഞ്ഞുതരാം. അകത്ത് ഒരു വെൽവെറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഉണ്ടല്ലേ, ഒരു പ്രീമിയം ബോട്ടിൽ ഡിസൈൻ ആണ്. തണുത്തുറഞ്ഞ ഗ്ലാസ് പോലെയുള്ള ഒരു ടെക്സ്ചർ, ഫ്രോസൺ ടൈപ്പ് ആയിട്ടുള്ള ഗ്ലാസ്. ഇവിടെ സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ കുവൈറ്റ്. ഇവിടെ മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപ്പ് മെറ്റൽ ക്യാപ്പാണ്, നല്ല ക്യാപ്പാണ്. സ്പ്രേയറിന്റെ വലിപ്പം കണ്ടല്ലേ, പവർഫുൾ ആയിട്ടുള്ള സ്പ്രേയർ ആണ് ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. തൊട്ട് താഴെയായിട്ട് ഗിസ എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രാൻഡിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ ഗോപുരങ്ങളില്ലേ, അവിടുത്തെ വാസ്തുശില്പി, അവിടുത്തെ കെട്ടിടങ്ങളുടെ താഴികക്കുടം, തൂണ്, അതിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഊദ്, അരോമാറ്റിക്, ലെതർ, ഫ്രഷ്, സ്പൈസി, അനിമലിക്, ആംബർ, മസ്കി, സിട്രസ്, വുഡി, പൗഡറി. ഇതാണ് ഇതിന്റെ പ്രൊഫൈൽ. ഇനി ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത് സിസീലിയൻ ബെർഗമോ, പിങ്ക് പെപ്പർ, ദവാന. മിഡിൽ നോട്ടിൽ ഊദ്, ആംബർ, റോസ്മേരി. ബേസ് നോട്ടിൽ ലെതർ, മസ്ക്, വെട്ടുവർ. ഓക്കെ, അപ്പൊ ശരിക്കും എന്താണ് ഇതിന്റെ പണം ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. നിങ്ങൾ ഏറെക്കുറെ കുറെ കണ്ടു കാണുമല്ലോ. സ്പ്രെയർ ഉണ്ടോ? സ്പ്രെയർ ഉണ്ടോ? പവർഫുൾ ആയിട്ടുള്ള സ്പ്രെയർ. അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു പമ്പ് ഞാൻ കണ്ടിട്ടില്ല. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പെർഫ്യൂമിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആംബ്രോക്സൺ ആണ്. ആംബ്രോക്സൺ എന്നൊരു ഒരു നോട്ടാണ് ഈ ഡിയോർ സവാഷ്, വെർസാച്ച്, ഡിലൻ ബ്ലൂ, ബ്ലൂഡേ ഷാനൽ ഈ പെർഫ്യൂമിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഒരു മാജിക്കൽ കോമ്പോസിഷൻ ആണ് ഈ ആംബ്രോക്സൺ. അപ്പൊ ആംബ്രോക്സൺ ഹെവി ആയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്പ്രേ തന്നെ നമുക്ക് ആംബ്രോക്സൺ നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ചേർത്തിട്ടുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത് ഊതിന്റെ നോട്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഊതിന്റെ മണമല്ല. നമ്മൾ കേട്ട് ശീലിച്ച അല്ലെങ്കിൽ സ്മെൽ ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു ഊതല്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഹെർബൽ ആയിട്ടുള്ള ഊതാണ്, പച്ച നിറത്തിലുള്ള ഊത്. അതായത് ഊതിന്റെ തടി പച്ചയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു മണം. ഉണങ്ങിയ ഊതല്ല, പച്ചയായിട്ടുള്ള ഒരു ഊതിന്റെ ഒരു തടി സ്മെല് ചെയ്യുമ്പോൾ എന്ത് മണം വരും? അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഒരു മരം വെട്ടുമ്പോൾ മരത്തിൽ നിന്ന് ഒരു സ്മെല്ല് വരില്ലേ, ഒരു പച്ച മണം. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് ചേർത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഊതിന്റെ ഒരു സ്മെല്ല്. അതുപോലെ തന്നെ ബെർഗാമോ, നാരകത്തിന്റെ ഒരു മണം ഓപ്പണിങ്ങിൽ കിട്ടും. ദവാന എന്നുള്ള നോട്ട്, പിങ്ക് പെപ്പർ. എനിക്ക് സ്മെല് ചെയ്യുമ്പോൾ ഡിയോർ സവാഷ്, ബ്ലൂഡേ ഷാനൽ ഈ രണ്ട് പെർഫ്യൂമിന്റെ ഒരു മിക്സർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ട് പെർഫ്യൂം. പിന്നെ അതുപോലെ തന്നെ എവിടെയോ ഒരു ഫ്രൂട്ടി നോട്ട് കിട്ടുന്നുണ്ട്. അത് പൈനാപ്പിളിന്റെ ആണോ എന്തോ എനിക്കിത് കിട്ടുന്നുണ്ട്. പൈനാപ്പിളിന്റെ ചെറിയൊരു നോട്ട് എനിക്ക് പേഴ്സണലി കിട്ടുന്നതാണ്. ഒരു ഫ്രൂട്ടി നോട്ടുണ്ട്, അല്പം സ്വീറ്റ്നെസ്സും ഉണ്ട്. പിന്നെ സ്മെല് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫ്രഷ് ആയിട്ടുള്ള സ്പൈസി, പച്ച നിറത്തിലുള്ള എല്ലാം. ഇപ്പൊ കുരുമുളകാണെങ്കിലും അല്ലെങ്കിൽ പട്ടയാണെങ്കിലും കരയാമ്പൂ ആണെങ്കിലും ഇതെല്ലാം ഉണങ്ങിയ ഇതന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പച്ച നിറത്തിലുള്ള സ്പൈസസ് ആണ്. അതെല്ലാം പച്ചയായിട്ടുള്ളത്, വളരെ ഫ്രഷ് സ്പൈസി ആയിട്ടുള്ള നോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഹെർബൽ ആണ്, എന്നാൽ ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷും ആണ്, ഫ്രൂട്ടി ആണ്, അല്പം വുഡി നോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിയോർ സവാഷ്, എലിക്സർ, ബ്ലൂഡേ ഷാനൽ, അല്പം
ക്രീഡ് അവന്റസിന്റെ DNA. ഇത്രയും പെർഫ്യൂം ചേരുമ്പോൾ കിട്ടുന്ന മണമാണ് ഈ ഒരു പെർഫ്യൂമിന്റെ മണം എന്ന് പറയുന്നത്. അല്പം മെഡിസിനൽ ഊതിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ഊത് നിങ്ങൾക്ക് കിട്ടത്തില്ല, അത് നിങ്ങൾക്ക് മെയിനായിട്ട് കിട്ടില്ല. ലെതറും കൊടുത്തിട്ടുണ്ട്, ലെതർ ഒന്നും നിങ്ങൾക്ക് നേരെ കിട്ടില്ല. അതൊക്കെ ഒരു സെക്കൻഡ് നേരത്തേക്ക് വരും പോകും, കൂടുതൽ നോട്ടൊന്നും കിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ നോട്ടുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ത്രൂ ഔട്ട് കിട്ടുക. ഡിയോർ സവാഷിന്റെയും ബ്ലുഡേ ഷാനലിന്റെയും അതുപോലെ തന്നെ ക്രീഡ് അവന്റസ് അബ്സലു, ഈ 3 പെർഫ്യൂമും ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മണമാണ് ഹെർബൽ, ഫ്രൂട്ടി, ഫ്രഷ്, സ്പൈസി, അല്പം ചെറുതായിട്ടൊരു ലെതർ. അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ചെറുതായിട്ട് ഈ മണം ഒന്ന് സെറ്റാവാൻ വേണ്ടി ചേർത്തിരിക്കുന്നത് പോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെതറിന്റെ ഒരു ടെക്സ്ചർ. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഊതിന്റെ ഒരു സ്മെല്ല്. അത് ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ഊതല്ല, വളരെ 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 ലൈറ്റ് ആയിട്ടുള്ള ഒരു ഊതിന്റെ മണം. അത് നിങ്ങൾക്ക് ഊതാണെന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം മൊത്തത്തിൽ ഈ ഒരു പെർഫ്യൂം നല്ല പെർഫ്യൂമാണ്. ഫ്രഷ് പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്ലുഡേ ഷാനൽ അല്ലെങ്കിൽ ഡിയോർ സവാഷ്, വെർസാച്ചെ, ഡിലൻ ബ്ലൂ, ഈ പെർഫ്യൂം ചിന്തിക്കുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത്? ഇത് ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ്, എന്നാൽ വുഡി നോട്ട് ആണെങ്കിൽ വുഡിയാണ് അല്ലെ? ഡിയോർ സവാഷിന്റെ മണം അങ്ങനെയല്ലേ, ബ്ലുഡേ ഷാനലിന്റെ മണം അങ്ങനെയല്ല. അത് ഓപ്പണിംഗിൽ ഒരു ഫ്രഷ് ബെർഗാമോ നോട്ട് പോലെ വന്നിട്ട് പെട്ടെന്ന് ഒരു വുഡി ക്യാരക്ടറായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഈ ഒരു പെർഫ്യൂം. ഒരു ഫ്രഷ് ആണ് എന്നാൽ അതേസമയം വുഡി പെർഫ്യൂമാണ്. ഇത് വൈകുന്നേരം ഉപയോഗിക്കാം, രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, രാത്രിയും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഏത് കാലാവസ്ഥയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ വെയിലുള്ള സമയത്ത് കുറെ കൂടി നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം വെയിലത്ത് അടിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും മണം നന്നായിട്ട് പ്രൊജക്ട് ചെയ്തു. പിന്നെ നിങ്ങൾ റിവ്യൂവിൽ കാണുന്നത് പോലെ ചില തള്ളിമറിക്കലുകളുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം 48 മണിക്കൂർ, 72 മണിക്കൂർ അത്രയൊന്നുമില്ല. അവിടുത്തെ നാട്ടിലെ കാലാവസ്ഥ നിൽക്കുമായിരിക്കും. നമ്മുടെ കേരളത്തിൽ 7 മണിക്കൂർ, 6-7, അത് ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഇല്ലെന്ന് പറയുന്നത് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ 6-7 മണിക്കൂർ എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് പോലെ 72 മണിക്കൂറും അല്ലെങ്കിൽ ഇത് ഇമ്മോർട്ടൽ ആയിട്ട് നിൽക്കും എന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷെ ഈ പെർഫ്യൂം ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും മോൺസ്റ്റർ ലെവലായിട്ടുള്ള പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും ഉണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇതൊരു ഫ്രഷ് വുഡി പെർഫ്യൂമാണ്. നമ്മുടെ നാട്ടിലെ ചൂടത്ത് അങ്ങനെയുള്ള DNA അധികം നേരം നീണ്ടു നിൽക്കത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈ പെർഫ്യൂം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ലോങ്ജിവിറ്റി സൂപ്പറാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ ഈ പെർഫ്യൂമിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂം ഇത്രയും ആളുകൾ ഹൈപ്പ് കൊടുക്കാനുള്ള കാരണം? ഇതിന്റെ പ്രൊജക്ഷൻ, ഭീകര പ്രൊജക്ഷനാണ് ഇതിനുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ, നല്ല പ്രൊജക്ഷൻ. അത് നമ്മൾ ചിലർ പറയത്തില്ലേ, പെർഫ്യൂം അടിച്ചിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് അടിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് അറിയാൻ പറ്റും. നിങ്ങളൊരു 5 സ്പ്രേ നിങ്ങൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ 5 സ്പ്രേ മതിയാവും. 5 സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫീസിലെ എൻ്റെയർ മുറി മുഴുവനും ഈ മണം അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഈ മണം തങ്ങി നിൽക്കും. ഇപ്പം മണം നന്നായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രയിൽ രൂപപ്പെടുന്നുണ്ട്. നമ്മൾ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പോകുന്ന വഴിത്താരയിലൊക്കെ ഒരാൾ നടന്നു പോയതുപോലെ ആ ഒരു ഫുട് പ്രിന്റ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പോയതിന്റെ ഒരു അടയാളം അവശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പം ഹെവി ആയിട്ടുള്ള സെൻ ക്ലൗഡ് ഈ പെർഫ്യൂം മേക്ക് ചെയ്യുന്നുണ്ട്. അത് സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന മണമല്ല, സ്കിന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരു മണമാണ്. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എക്സ്ട്രീം ലെവലായിട്ടുള്ള പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ആദ്യത്തെ 3.5 മണിക്കൂർ ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് മണം ചുരുങ്ങും. ഓഫീസിലാണെങ്കിൽ ഞാൻ 5 സ്പ്രേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി പുറത്തോട്ട് പോകുന്ന സാഹചര്യങ്ങൾ, വെയിലത്തിറങ്ങേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ 6 മുതൽ 8 സ്പ്രേ. 8 സ്പ്രേക്ക് എബോവ് നിങ്ങൾ അടിക്കരുത്, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രോങ് ആണ്. അപ്പൊ 8 സ്പ്രേ വരെ മാക്സിമം പാടുള്ളൂ. വൈകുന്നേരം ആണെങ്കിൽ 5 സ്പ്രേ, രാത്രി ആണെങ്കിലും 5 സ്പ്രേ. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വെയിലാണെന്നുണ്ടെങ്കിൽ, വെയിലത്ത് പുറത്ത് പോകുമ്പോൾ 8 സ്പ്രേ, ഓഫീസിൽ 5 സ്പ്രേ, ഇത്രയും മതിയാവും. ഇത് യൂണിസെക്സ് ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഏജ് ലിമിറ്റ്, ഇത് കോളേജിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. അല്പം മെച്ചുവർ ആയിട്ടുള്ള ആളുകൾ, ഞാൻ പറയുന്നത് ഒരു 10-26 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. കാരണം ഈ ഒരു മണം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഡ്രസ്സ് ചെയ്തിട്ട് വേണം ഇത് അടിക്കാൻ. അപ്പൊ ഓഫീസിലാണെങ്കിൽ പോലും നിങ്ങൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ വളരെ നല്ല രീതിയിൽ ഫോർമലായിട്ട്, അല്ലാതെ പഴകിയ ഷൂസ് ഇട്ട് അല്ലെങ്കിൽ ഒട്ടും അയൺ ചെയ്യാതെ അല്ലെങ്കിൽ നല്ല ട്രൗസർ ഇടാതെ, അതൊന്നും ഇടാതെ ഈ പെർഫ്യൂം അടിക്കാൻ പാടില്ല. കാരണം ഈ ഒരു സെന്റിന്റെ പ്രൊഫൈൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. റഫായിട്ട് അടിക്കാൻ പറ്റുന്ന സാധനമല്ല. നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടും. കോംപ്ലിമെന്റിന്റെ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ഈ പെർഫ്യൂം ട്രൈ ചെയ്താൽ കോംപ്ലിമെന്റ് കിട്ടും. കാരണം ഇത് അത്രത്തോളം പ്രൊജക്ഷൻ ഉണ്ട്. പ്രൊജക്ഷൻ ഉള്ളതിന് ആളുകൾക്ക് മണം പിടിക്കാൻ പറ്റും. ഈ മണം പിടിക്കുമ്പോൾ ആളുകൾ ചോദിക്കും ഏത് പെർഫ്യൂമാണെന്ന് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. കാരണം ഈ പെർഫ്യൂം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഈ കോംപ്ലിമെന്റ് കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ കോംപ്ലിമെന്റ് കിട്ടാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ഒരു 8 സ്പ്രേ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, എടാ നീ ഇത് അടിച്ച സ്പ്രേ ഏതാ എന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, വുഡി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഗൾഫുകാരന്റെ ഒക്കെ ഒരു മണമുണ്ട് ഈ ഒരു പെർഫ്യൂമിന്. ഗൾഫ് മണമല്ല, ഗൾഫ് അല്ലെങ്കിൽ അറബിക് മണമല്ല, പക്ഷെ ഒരു ഗൾഫുകാരൻ വരുമ്പോൾ ഒരു പഴയ സിനിമയിലെ കണ്ടിട്ടില്ലേ,
ഗൾഫുകാരൻ വരുമ്പോൾ ഒരു പളവളപ്പും ഒരു പുത്തൻ മണമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഈ പെർഫ്യൂമിന്. അതൊക്കെ കൊണ്ടിട്ടാണ് ആൾക്കാർ ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പെർഫ്യൂമിന്റെ വില എന്ന് പറയുന്നത് 200 ml ചീപ്പല്ല, 15,000 രൂപയാണ് വില വരുന്നത്. അപ്പൊ വാങ്ങാൻ നിൽക്കുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതെ ഒരിക്കലും വാങ്ങാൻ നിൽക്കരുത്. അത് ഞാൻ എടുത്തു പറയുന്നു. ട്രൈ ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങളത് വാങ്ങരുത്. ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പെർഫ്യൂം അല്ല. ഞാനിത് ആദ്യം ട്രൈ ചെയ്തപ്പോൾ കവർ തുറന്നു, ഈ നോട്ടും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തു. ഒരൊറ്റ സ്പ്രേ ആണ് ഞാൻ അടിച്ചത്. ഞാൻ ബോഡിയിൽ അടിച്ചില്ല, മുറിയിൽ അടിച്ചു. മുറിയിൽ അടിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം എന്റെ അമ്മ പുറത്ത് പോയിട്ട് വീട്ടിൽ വന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അമ്മ പറഞ്ഞ് സ്പ്രേ അടിച്ചു എന്ന് ചോദിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഇത് ടെറസ് വരെ ഇതിന്റെ മണമെത്തും. ഭയങ്കരമായിട്ട് ഇത് പ്രൊജക്ഷൻ സ്ട്രോങ് ആണത്. സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രയിലുണ്ട്. അപ്പോൾ പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ ഇതിന്റെ ഡീക്കൻഡ് വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പലർക്കും ഇത് വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഇതിന്റെ മണം അറിയാഞ്ഞിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഹൈപ്പ് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാനും വയ്യ. ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? 10,000-15,000 രൂപ മുടക്കാനും താല്പര്യമില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. 5 ml 10 ml അഫോർഡബിൾ റേറ്റിൽ ഞാനത് കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിൽ ഇതിന്റെ ഫോട്ടോയും ഡീക്കൻഡും റേറ്റും കാര്യങ്ങളും ഇടുന്നുണ്ട്. പേഴ്സണലി വേണമെങ്കിൽ പേഴ്സണലി ചോദിക്കാം. അപ്പൊ ഇതിന്റെ 10 ml അല്ലെങ്കിൽ 5 ml വാങ്ങി ട്രൈ ചെയ്തിട്ട് വേണം നിങ്ങളിത് ഫുൾ ബോട്ടിൽ ബുക്ക് ചെയ്യാൻ. പെർഫോമൻസ് ആഗ്രഹിക്കുന്നവര്, ലോങ്ജിവിറ്റി ആഗ്രഹിക്കുന്നവര്, പ്രൊജക്ഷൻ ആഗ്രഹിക്കുന്നവര്, അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിയോർ സവാഷ്, ക്രീഡ്, അവന്റസ്, അബ്സലു, ബ്ലൂ ഡേ ഷാനൽ 3 പെർഫ്യൂമും ചേർത്ത് വെക്കുമ്പോൾ ഒരു മണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പിടുത്തം കിട്ടി കാണും. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പലരും ഈ 3 പെർഫ്യൂം ഒറിജിനൽ അല്ലെങ്കിൽ അതിന്റെ ഇൻസ്പയർഡ് എങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഡിയോർ സവാഷ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ബ്ലൂ ഡേ ഷാനൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ക്രീഡ്, അവന്റെ സബ്സിഡി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ 3 പെർഫ്യൂമും ഒരു ബോട്ടിൽ നിറച്ചാൽ എന്ത് മണം വരും? അതാണ് ഇതിന്റെ മണം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഡിയോർ സവാഷും ബ്ലൂ ഡേ ഷാനലും നിങ്ങൾക്ക് വർക്കൗട്ട് ആയെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. അപ്പൊ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ എനിക്ക് ഉള്ളത്. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പെർഫ്യൂം അടിച്ചിട്ട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് പറയാം. താങ്ക് യു സോ മച്ച്.